നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് ഇനി പോകുന്നു പോലീസ് ഡയറി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബോയ്സ് ഹോസ്റ്റലിലെ എക്സൈസ് പരിശോധനയിൽ കഞ്ചാവ് പിടിച്ചെടുത്തത് തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നാണ്. 20 മുറികളിലെ പരിശോധനയിൽ 455 മുറിയിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ 24 പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. ഇന്ന് രാവിലെ കിട്ടിയ ഒരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയി പരിശോധിച്ചതാണ്. അവിടെ MDMA കഞ്ചാവും ഉണ്ടെന്നാണ് വിവരം കിട്ടിയത്. MDMA നമുക്ക് ലഭിച്ചിട്ടില്ല, പ്രതിയും ഇല്ലായിരുന്നു. ഒരു തമിഴ്നാട്ടുകാർ ഒരു യുവാവെന്നാണ് അറിവ്. റൂം തുറന്നിടക്കുകയായിരുന്നു. 455 റൂം നമ്പർ. കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. കസ്റ്റഡി എടുക്കാത്തതിന് കാരണം രാവിലെ അവർ വെക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. പുസ്തകമൊക്കെ വയ്ക്കുന്ന ചോറോട് ചേർന്ന ഒരു ഷെൽഫുണ്ട്, അവിടെ നിന്ന് പേപ്പർ പൊതിയിൽ നിന്നാണ് കഞ്ചാവ് കിട്ടുന്നത്. 20 ഗ്രാമാണ് കിട്ടിയത്. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നിപ്പോൾ നടന്ന ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ തന്നെ 24 വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ തമിഴ്നാട് സ്വദേശിയായ ഒരാളുടെ മുറിയിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടിച്ചെടുത്തെന്ന് പറയുന്നത്. പക്ഷേ കസ്റ്റഡിയിലില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ നമുക്ക് അത്തരം വിവരങ്ങൾ അല്ല ഉണ്ടായിരുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികളടക്കം ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് ഇതിലൊരു വ്യക്തത ഇപ്പോൾ എക്സൈസ് വരുത്തിയിരിക്കുന്നത്? ശ്രീകാന്ത്. തിരുവനന്തപുരത്ത് പാളയത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന പരിശോധനയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയ തിരുവനന്തപുരം റേഞ്ചിലെ മണ്ണന്തല എക്സൈസ് ഓഫീസിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്ന എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധന നടത്തിയതും അതിന് നേതൃത്വം നൽകിയതും. ഇന്ന് രാവിലെയാണ് അവരുടെ നേതൃത്വത്തിൽ ഈ ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തിയത്. രാവിലെ രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തിയെന്നാണ് പറഞ്ഞത്. MDMA കഞ്ചാവും അവിടെ ഉണ്ട് എന്ന രഹസ്യ വിവരം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധനയ്ക്കെത്തി. MDMA ലഭിച്ചില്ല. പക്ഷേ 455 നമ്പർ മുറിയിൽ നിന്നും എക്സൈസ് സംഘം 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. അവിടെ നിരവധി റൂമുകൾ പരിശോധിച്ചു എന്ന് എക്സൈസ് സംഘം പറയുന്നുണ്ട്. വലിയ പരിമിതികൾക്കിടയിലും തുടർച്ചയായി എക്സൈസിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടികൂടുന്നുണ്ട്. നമ്മൾ കളമശ്ശേരി പോളിടെക്നിക്കിലടക്കം വ്യാപകമായ പരിശോധന കണ്ടതാണ്. കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അവിടുത്തെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഇത്തരത്തിൽ കഞ്ചാവും ലഹരി വസ്തുക്കളും ഉണ്ട് എന്ന വിവരം എക്സൈസിനും പോലീസിനും കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഇന്ന് നടക്കുകയുണ്ടായത്. ഒരു തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ റൂമായിരുന്നു എന്നുള്ളതാണ് കിട്ടുന്ന പ്രാഥമികമായ വിവരം. ഇനി യൂണിവേഴ്സിറ്റി അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകും. ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്. എക്സൈസ് ചൂണ്ടിക്കാണിച്ചത് ഈ കഞ്ചാവും 20 ഗ്രാം കഞ്ചാവും അതോടൊപ്പം കഞ്ചാവ് വലിക്കാൻ ഉപയോഗിച്ച പേപ്പർ അതടക്കമാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. തുടർ നടപടികൾ സ്വീകരിക്കും. മണ്ണന്തല റേഞ്ച് ഇൻസ്പെക്ടർ കൂടിയായ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ സാഹസികമായ ഈ പരിശോധന നടത്തിയതും ഈ പിടിച്ചെടുക്കൽ കഞ്ചാവ് പിടികൂടിയ ഉണ്ടായതും. തുടർച്ചയായി ഇനിയും പരിശോധനകൾ നടത്താൻ തന്നെയാണ് തീരുമാനം. മുഖ്യമന്ത്രി അടക്കം എല്ലാ പിന്തുണയും ഇത്തരം അന്വേഷണ ഏജൻസികൾക്ക്, ഈ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്ക് നൽകുന്നുമുണ്ട്.